യൂട്യൂബ് ഫാമിലി, ഇന്ന് നമ്മൾ കോയമ്പത്തൂർ പോവുകയാണ്. മിടുക്കി ട്രാവൽസിലാണ് നമ്മൾ പോകുന്നത്. നമ്മൾ ഇവിടുന്ന് കോതമംഗൽ തണുപ്പുള്ളത്. ഇവിടെ നമ്മൾ 4 പേരാണുള്ളത്. ഇവിടെ നമ്മൾ ജോയിൻ ചെയ്യും. അവിടെ നിന്നൊക്കെ കുറേ ആളുകൾ കയറിയിട്ടാണ് വരുന്നത്. ഇനി അടുത്ത ലൊക്കേഷൻ അങ്ങനെ പൊയ്ക്കൊണ്ടേയിരിക്കും കേട്ടോ. ഇതാണ് നമ്മുടെ നിബിയാണ് നമ്മളെ കോതമംഗലത്ത് വന്നിട്ട് ഹെൽപ്പ് ചെയ്തേക്കുന്നത്. വണ്ടി കൊണ്ടുപോകാനും വണ്ടി ഇടാനും. നിബിയുടെ അടുത്ത് നമ്മൾ വണ്ടി ഇട്ടേ കേട്ടോ. വഴിയൊന്നും അറിയില്ലായിരുന്നു. പാവൻ നിബി എന്നിട്ട് ഉറങ്ങണ സമയത്ത് നമുക്ക് വേണ്ടിയിട്ട് ഇവിടെ വന്ന് നിൽക്കുക. ഹായ് ഗൈസ്, നമ്മുടെ കൂട്ടത്തിൽ നേരത്തെ ഇല്ലാത്ത 2 പേരും കൂടെ വന്നിട്ടുണ്ടേ. അപ്പം അതെ, നിങ്ങൾ 2 പുതിയതായിട്ട് വന്നവർ കൈവക്കി കാണിക്കണം എന്നൊക്കെ പാവമാണ്. അപ്പൊ നമ്മൾ വെയിറ്റ് ചെയ്തോണ്ടിരിക്കുകയാണ് കോതമംഗലത്ത്. അപ്പൊ ഇനി വണ്ടിയിൽ കയറിയിട്ട് അവിടെ ആരൊക്കെ ഉണ്ടെന്നുള്ളത് കാണിക്കാം കേട്ടോ. എല്ലാരും വെളിയിലൊക്കെ പോയി വീഡിയോ ഒക്കെ എടുക്കാൻ വേണ്ടിയിട്ട് പോയിരിക്കുക. ഞാനാണെങ്കിൽ എനിക്ക് തണുത്തിട്ട് ഒരു രക്ഷയില്ല. ഞാനതുകൊണ്ട് പൊതച്ച് ഇവിടെ ഇരിക്കുക. സോ എനിക്ക് അതുകൊണ്ട് വെളിയിലോട്ട് പോയിട്ട് എടുക്കാനുള്ള മടി കാരണം ഞാൻ ഇവിടെ തന്നെ ഇരിക്കുവാണ്. ഫുഡ് കിട്ടിയിരിക്കുവാണ്. ഇത്രയും ആൾക്കാരുണ്ടായിട്ട് ആർക്കും ഫുഡ് കിട്ടിയിട്ടില്ല. കണ്ട എല്ലാവരും വെയിറ്റ് ചെയ്യുവാണ്. എവരിവൺ ഈസ് വെയിറ്റിംഗ്. നമുക്ക് മാത്രം ഫുഡ് കിട്ടി. ഇവക്കും കിട്ടിയിട്ടില്ല കേട്ടോ ഫുഡ്. എന്തുവാ ഇത്? കിട്ടി. ഹായ് ഗൈസ്, നിന്നെ കാണാതെ പോയല്ലേടാ, വിഷമിക്കണ്ട കേട്ടോ. കൗഫി, മുട്ടക്കറിയുണ്ട്. കയ്യില്ലേ നേരത്തെ ഈ പ്ലേറ്റ് വേറെ ഒറ്റപ്പെട്ടിരുന്ന് കഴിക്കുന്നു. എല്ലാവരും ഇവിടെ വരിയായിട്ട് നിൽക്കുകയാണ്. ഇതാണ് നമ്മുടെ മിടുക്കി. കോയമ്പത്തൂര് GD മ്യൂസിയത്തിൽ വന്നിരിക്കുകയാണ്. ഇതാണ് നമ്മുടെ ഫസ്റ്റ് പോയിന്റ് വരുന്നത്. നമ്മൾ ഫുഡ് കഴിച്ചു. ദെൻ ഇതാണ് ഇതിൻ്റെ, നമ്മൾ ഇത്രയും ആളുകൾ കുറച്ച് പേര് അങ്ങോട്ട് പോയി. ദെൻ ഇതാണ് ഇതിൻ്റെ എൻട്രി ഫീസൊക്കെ കൊടുത്തിരിക്കുന്നത്. ഇവിടെ എണ്ണി കൗണ്ട് എടുത്തുകൊണ്ടിരിക്കുവാണ്. ഒരു കൃത്യനിഷ്ഠതയില്ലാത്ത ആളുകളാണ് ഇവിടെ ഉള്ളത്. നമ്മൾ മ്യൂസിയത്തിലേക്ക് പോയിക്കൊണ്ടിരിക്കുകയാണ്. ഇതെവിടെ നിന്ന് വന്നു? മറ്റേ കിളിവാതിൽ നടന്നു, എന്റെ കടവാവല് വന്നതാണ്. ഇതാണ് നമ്മൾ ഉള്ളിൽ വന്നിരിക്കുന്ന കാർ മ്യൂസിയം. ജോബ്രോ ഹായ് പറ. എന്തൊരു ഹായ് ഇത്. ഇവിടെയാണ് നമുക്ക് ടിക്കറ്റ് എടുക്കണ്ടേ. എവിടെ ഫ്രെയിം ഉണ്ടെങ്കിലും അവിടെ കയറി ഫോട്ടോ എടുക്കാൻ നിൽക്കുന്ന ഒരു ഫാമിലിയാണ് നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. അന്തം വിട്ട് നോക്കിക്കൊണ്ടിരിക്കുക. ഒറ്റയ്ക്ക് പോയി എക്സ്പ്ലോർ ചെയ്യുവാണേ. ശരി തന്നെയാടാ, പില്ലറൊക്കെ ഒരേ കളർ. ബാക്കിൽ ആരൊക്കെയുണ്ട്? എല്ലാവരും കൈ നാക്ക് നീട്ടി കാണിക്കുന്നതാണ് എൻ്റെ യൂട്യൂബ് ഫാമിലി. ആക്ച്വലി ഇവിടെ വീഡിയോ എടുക്കാവുന്ന അറിയില്ല, പക്ഷേ നമ്മളങ്ങോട്ട് എടുക്കുക. ഓ വാവ്, ഇതൊക്കെ എന്താണെന്ന് വായിച്ച് നോക്കിയാലേ അറിയാൻ പറ്റുള്ളൂ. വായിക്കാനുള്ള ക്ഷമയില്ലാത്തതുകൊണ്ട് നമ്മൾ വായിക്കുന്നില്ല. ഇത് കണ്ടില്ലേ, ഹിസ്റ്ററി ഓഫ്. വാവ്, എല്ലാവരും ഒന്ന് അനങ്ങി വന്നാൽ കൊള്ളായിരുന്നു. ഒന്നിച്ചേ കയറ്റി വിടത്തുള്ളേ. അനങ്ങി വരുന്ന കണ്ടില്ലേ ഓരോരുത്തർ. ഹായ് ഗൈസ്, നമ്മൾ ഉള്ളിൽ കയറി മ്യൂസിയത്തിൻ്റെ. നമുക്ക് ഇങ്ങനത്തെ എൻട്രി പാസ്സൊക്കെ തന്നിട്ട് ഇങ്ങനത്തെ ബാൻഡെല്ലാം തന്നിട്ടാണ് നമ്മൾ വരുന്നത്. ഇവിടെ ഫസ്റ്റ് വരുമ്പോൾ തന്നെ ഇങ്ങനൊരു ലേഡി. ആക്ച്വലി പ്ലീസ് ഡോണ്ട് ടച്ച്. ഇല്ല, ഞങ്ങൾ ടച്ച് ചെയ്യത്തില്ല, ഞങ്ങൾ അത്രക്കാരല്ല. ഇവിടെ എല്ലാം ഞങ്ങൾ വന്നുകൊണ്ടിരിക്കുകയാണ്.
ഇതിലൊന്നും തൊടരുതെന്നാണ് നമുക്ക് ഇൻസ്ട്രക്ഷൻ കിട്ടിയത്. സോ ഇവിടെ എല്ലാം ഓരോ കാറിൻ്റെ, അതായത് കാറിൻ്റെ എവല്യൂഷനാണ് ഇവിടെ പറയുന്നത് കേട്ടോ. അപ്പോൾ ഒന്നോട്ട് ഇവിടെ നിന്നാണ് സ്റ്റാർട്ടിങ് വരുന്നത്. ഇത് ആക്ച്വലി ഇറ്റ്സ് നൈസ്. ഇതൊക്കെ ശരിക്കും പറഞ്ഞാൽ എനിക്ക് തോന്നുന്നു കാറിനെയൊക്കെ ഭയങ്കര ഇൻട്രസ്റ്റ് ഉള്ള ആൾക്കാർക്ക് ഇതൊക്കെ പെട്ടെന്ന് മനസ്സിലാവും. നമുക്കിത് ജസ്റ്റ് കണ്ടു പോകാം എന്നുള്ളൊരു സെറ്റപ്പേ ഉള്ളൂ കേട്ടോ. കാർ ഇവരൊക്കെ ഭയങ്കര ഡെഡിക്കേറ്റഡ് ആയിട്ട് കേട്ടോ ഫോട്ടോസ് വീഡിയോസ് ഒക്കെ എടുക്കുന്നത്. ഇവൻ ഭയങ്കരമായിട്ട് ഫോട്ടോസ് എടുത്തുകൊണ്ടിരിക്കും. ഇവൻ വീഡിയോ കിട്ടിയിട്ട് കാര്യമില്ലെന്ന് തോന്നുന്നു. അതാണ് അന്തം വിട്ട് നോക്കിക്കൊണ്ടിരിക്കുക ഓരോ കാറൊക്കെ. വരെ വന്നതിന് ശേഷം നമുക്ക് യു ടേൺ എടുക്കണം. ദെൻ നമ്മൾ തിരിച്ച് പോകണം. ഇത്രയും വലിയ വണ്ടി. ഇതിനകത്ത് ആക്ച്വലി എല്ലാം ഒരു ലക്ഷൂറിയസ് വണ്ടിയാണ്. ഇതിനകത്ത് എല്ലാം കിടക്കാം, നമുക്കൊരു മൊത്തത്തിൽ എല്ലാം ഉണ്ട്. എല്ലാം ഉള്ളൊരു വണ്ടി കേട്ടോ, അടിപൊളി. ഇത് അടുത്തത്, ഇത് അത്രയും ഇതില്ല, പക്ഷെ നോക്ക് എന്ത് കിടുവാന്ന് നോക്ക്. ഓ മൈ ഗോഡ്, ദിസ് ഇസ് ഓൾസോ നൈസ്. അടിപൊളി. ഞാൻ ഇങ്ങനത്തെ വണ്ടി ആക്ച്വലി ടി വിയിൽ മാത്രമേ കണ്ടിട്ടുള്ളൂ. ഇതൊക്കെ വണ്ടിയുടെ എൻജിനൊക്കെ ആട്ടോ. ഇതൊക്കെ ഇവൻ കണ്ടോ, ഇത് ഡെഡിക്കേറ്റഡ് ആയിട്ട് ഫോട്ടോ എടുത്തോണ്ടിരിക്കുക. എനിക്കാണ് എൻജിനാന്ന് പോലും മനസ്സിലായില്ല കേട്ടോ. കണ്ടോ, ഓ മൈ ഗോഡ്. ഓരോന്നിൻ്റെയും എൻജിനൊക്കെയാണ് ഇവിടെ വെച്ചേക്കുന്നത്. എന്തുവാണ് 1.6 ലിറ്റർ എന്ന് പറയുമ്പോൾ വളരെ കുറവല്ലേ? ഇവനെന്തോ പറയുന്നത് എനിക്കൊന്നും മനസ്സിലാവുന്നില്ല. ഇത് ഇവനാട്ടോ, ഇവനെ നോട്ട് ചെയ്ത് വെച്ചോ. ഇവിടെ എല്ലാം ഇങ്ങനെ എൻജിനുണ്ട്, നമുക്കിങ്ങനെ കണ്ടുപോകാം. അല്ലാതെ നമുക്ക് ഒന്നും പ്രത്യേകിച്ച് മനസ്സിലാവുന്നില്ല. സോ ഇൻട്രസ്റ്റ് ഉള്ളവർക്ക് ഇതൊക്കെ ഭയങ്കരമായിട്ട് അവരിങ്ങനെ നോക്കി നിൽക്കുന്നത് നമുക്ക് കാണാൻ പറ്റും. എനിക്ക് ഇച്ചിരി ഇൻട്രസ്റ്റിംഗ് ആയിട്ട് തോന്നി കേട്ടോ. ഇത് എന്ത് സാധനമാണെന്നൊന്നും എനിക്ക് മനസ്സിലാവുന്നില്ല. ബട്ട് ഇത് അടിപൊളി. ഇതിൻ്റെ ഓരോന്നിൻ്റെയും ഇത് കണ്ടു, ഇങ്ങനെ ഇത് കൊടുത്തിട്ടുണ്ട്, വിഷ്വൽസ് കൊടുത്തിട്ടുണ്ട്. എന്തിനാണെന്നുള്ളതായിരിക്കും അറിയില്ല. അതുപോലെ ഓരോന്നും ഇത് കണ്ടോ, ഇതാണ് താഴെ വെച്ചിരിക്കുന്ന സാധനം. പിന്നെ നോർമൽ സൈക്കിളല്ല, കുറച്ചുകൂടെ ഡിഫറെൻ്റ് ആയിട്ടുള്ള എന്തൊക്കെയോ എഞ്ചിനൊക്കെയുള്ള സൈക്കിളായിരിക്കണം, അറിയില്ല. ഞാൻ പറയുന്നതിന് എന്തെങ്കിലും മിസ്റ്റേക്ക് ഉണ്ടെങ്കിൽ പ്ലീസ് നിങ്ങളിത് ഇഗ്നോർ ചെയ്യണം. കാരണം എനിക്ക് അത്രയും നോളജേ ഉള്ളൂ. നമ്മൾ ബാക്കിൽ നിന്ന് കണ്ട വണ്ടികളുടെ ഫ്രണ്ട് വ്യൂ ആണ് ഇപ്പം നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. ഇതിന് ഫ്രണ്ട് വ്യൂ ആണ്. ഇത് കണ്ടോ, ഇതൊരു അടിപൊളി. എനിക്ക് ഈ ഗ്രീൻ കളർ ഇഷ്ടപ്പെട്ടു. ഈ വണ്ടിയൊക്കെ നമ്മൾ കണ്ടിട്ടുണ്ട്, പക്ഷേ ആദ്യമായിട്ടാണ് നേരിട്ട് കാണുന്നത് കേട്ടോ. ഓക്കെ, ഇതും ഒരു അടിപൊളിയാണ്. ഇതൊക്കെ പേരിങ്ങനെ എഴുതി വെച്ചിട്ടുണ്ട് കേട്ടോ. എനിക്ക് ആക്ച്വലി വണ്ടിയുടെ അത്ര ഒരു ഭയങ്കര ഒരു പ്രേമം ഇല്ലാത്തതുകൊണ്ടാണ് എനിക്കിതൊക്കെ ഒരു നോർമലായിട്ട് തോന്നുന്നത്. ഓ മൈ ഗോഡ്, ഇതൊക്കെ കണ്ടോ. നമ്മളിങ്ങനെ വീഡിയോ എടുത്ത് പോകുമ്പോൾ ഓരോരുത്തരുടെ ഫ്രെയിമിൽ നമ്മൾ വരുമ്പോൾ അവർ നമ്മളെ കൊഞ്ചനം കുത്തും. എന്ത് ചെയ്യാനാന്ന് പറ. ഈ വണ്ടിയും കൊള്ളാം അല്ലേ? ഈ വണ്ടിയും അടിപൊളിയാണ്. ഇതിനകത്ത് ഒരാളുടെ ഫോട്ടോ കൊട്ടിച്ച് വെച്ചേക്കുന്നത് മിസ്റ്റർ ആർ പ്രഭു. ആയിക്കോട്ടെ. ഇതെനിക്ക് ഇഷ്ടപ്പെട്ടു കേട്ടോ. ഈ കൂട്ടത്തിൽ എനിക്ക് ആക്ച്വലി ഈ ഒരു യെല്ലോ കാർ ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു. ഏത് കാറാണെന്ന് അറിയില്ല, ഫോക്സ് വാഗൺ ആയിരിക്കണം ആ ഒരു ഇത് കണ്ടിട്ട്. ബാക്കിയൊന്നും എനിക്കറിയില്ല. ഇത് കൊള്ളാം കേട്ടോ. ഇതിൻ്റെ ഫ്രണ്ടൊക്കെ കണ്ടോ, രണ്ടടേ. മാരുതിയുടെ ലുക്കിലൊരു സാധനം എന്ന് പറഞ്ഞിട്ട് അവൻ എന്നെ വിളിച്ച് കാണിച്ചാണ്. ഞാൻ വിചാരിച്ചത് ശരിക്കും മാരുതിയാന്ന്. എന്ത് പറയാനാന്ന് പറ. ഇതിപ്പോൾ വേറെന്തോ ആണ് കേട്ടോ. അയ്യോ, അതെ, ഈ മോജോ കിട്ടുന്നേ കൊണ്ട് ഇത് ആക്ച്വലി വേറെയാണ് കേട്ടോ. ഞാൻ അതേ തന്നെയാണെന്ന് വിചാരിച്ചു. ബട്ട് നൈസ്. ആയിക്കോട്ടെ, ഇതൊക്കെ കൊള്ളാം കേട്ടോ. ഇങ്ങനത്തെ സാധനമൊക്കെ കിട്ടിയ അടിപൊളിയായിരിക്കും. ഇപ്പോൾ എന്താ ഇത് ഇങ്ങനത്തെ ഒന്നും ഇല്ലാത്ത. ഓ, ഈ ഓരോ സാധനത്തിൽ കണ്ടോ, ഇതൊക്കെ എന്തിനാണെന്നുള്ളത് ഇങ്ങനെ വിശദീകരിച്ച് കൊടുത്തിട്ടുണ്ട്. വേണ്ടവർക്ക് വായിച്ചു നോക്കാം. എനിക്കിപ്പോൾ അതിനുള്ള ക്ഷമയില്ലാത്തതുകൊണ്ട് ഞാൻ ജസ്റ്റ് ഒന്ന് ഓടിച്ച് കാണിക്കുവാണ് ഇതൊക്കെ. ഓ നോക്കി, ഒരു പെയിൽ ബ്ലൂ കളറിൽ വന്നേക്കുന്ന ഷെയ്ഡ്. ഈ പണ്ടത്തെ വണ്ടിയുടെയൊക്കെ കളർ ഷെയ്ഡ് അടിപൊളിയാട്ടോ. കളർ ഓരോന്നിനും. ഇപ്പം അങ്ങനത്തെ കളറുകളൊന്നും തന്നെ ഇല്ല. കണ്ടോ, ഈ കളറിലൊക്കെ ഇപ്പോൾ ഒരു വണ്ടി നമുക്ക് ഏതോ ഒരു വണ്ടി ഉണ്ട്, പക്ഷേ ഇങ്ങനത്തെ വണ്ടികളൊന്നും തന്നെ ഇല്ലല്ലോ. എന്തൊരു സ്റ്റാൻഡേർഡ്, ഒരു ഭയങ്കര ഒരു പ്രീമിയം ലുക്കില്ലേ. നാനോ പോലത്തെ ഒരു വണ്ടി. അപ്പോൾ ഇതിൽ നിന്ന് ഇൻസ്പയർഡ് ആയിട്ടായിരിക്കും നാനോ ഉണ്ടാക്കിയത് കേട്ടോ. ഇനി വേറൊരു പ്രീമിയം ലുക്കുള്ള ഈ കളറുകളാണ് എനിക്ക് പഴയ വണ്ടികളുടെ എല്ലാം കളർ ഭയങ്കര പ്രീമിയം ലുക്കുള്ള വണ്ടികളാണ്. ദെൻ ഇത് വൈറ്റൊക്കെ ഓക്കെ, ഓഫ് വൈറ്റാണ് വരുന്നത്. ഇത് നോക്കിക്കേ, എൻ്റെ മോനെ. നോർമലാക്കി എനിക്ക് ആക്ച്വലി ഇതിനോട് അത്ര ഒരു ഇത് തോന്നില്ല. പക്ഷേ ഇത് നോക്കിക്കേ, കണ്ട ലുക്കാണ്. നെക്സ്റ്റ് ഡേ ഇത്. ഓ, ഇതിനൊക്കെ എന്താ പറയുക. ഇതൊക്കെ എനിക്ക് തോന്നുന്നത് എക്സാക്ട്ലി ഒരു വണ്ടിയോട് ഭയങ്കര ക്രൈസുള്ള ആളുകൾ വരുമ്പോൾ അവർക്ക് ഭയങ്കരമായിട്ട് പ്രിയം തോന്നും. ഇതൊരു ചെളി പിടിച്ച വണ്ടി പോലെ തോന്നുന്നു. ഇതൊക്കെ ഏതാണെന്നൊന്നും എനിക്കറിയില്ല കേട്ടോ. ഇതിന് 1939 ഇതിൻ്റെ പ്രൊഡക്ഷൻ, ഈ വണ്ടിയുടെ കേട്ടോ. അപ്പോൾ ഒത്തിരി പ്രായമുള്ള വണ്ടിയാണ്. നമുക്കിനി ഓരോ വർഷം നോക്കാം. ഇത് 1937 പ്രൊഡക്ഷൻ സ്റ്റാർട്ട് ചെയ്ത വണ്ടിയാണേ.
കണ്ടോ എന്നാ ഒരു ലുക്കാന്ന് കണ്ടോ. ഇതിൻ്റെ നേരെ ഓപ്പോസിറ്റ് വരുന്നത് ഈ ഒരു ഗ്രീൻ, ഇതൊരു ഒരാളുടെ മുഖം പോലെ അല്ലേ, എന്തൊരു ക്യൂട്ടാന്ന് നോക്കിക്കേ. 1947 അതായത് നമുക്ക് സ്വാതന്ത്ര്യം കിട്ടുന്ന ടൈമിലുള്ള വണ്ടിയാണിത്. ഇനി നമുക്ക് ചറ പറ വണ്ടികൾ കണ്ടുപോകാം കേട്ടോ. കാരണം പറഞ്ഞ് നമുക്ക് കണ്ടോ ആ ഗ്രീൻ കളർ അടിപൊളിയാണേ. 1937 പ്രൊഡക്ഷൻ സ്റ്റാർട്ട് ചെയ്ത വണ്ടിയാണേ ഇത്. 1947 ഇതിനൊക്കെ അങ്ങോട്ടും ഇങ്ങോട്ടും ചെറിയ ചെറിയ വ്യത്യാസങ്ങളുള്ള പോലെ തോന്നുന്നു കേട്ടോ. ഫ്രണ്ടൊക്കെ കുറേ വ്യത്യാസമുണ്ട്, പക്ഷേ എന്തൊരു കളറ് കണ്ടോ. ഓ മൈ ഗോഡ്, ഈ എൻ്റെ മോനെ ഇപ്പം ഇങ്ങനത്തെ ഒരു വണ്ടിയുടെ കളർ പോലും ഇല്ല. എനിക്ക് ഏറ്റവും ഇഷ്ടം എന്ന് പറയാൻ പറ്റില്ല, പക്ഷേ എനിക്ക് ഒരുപാട് ഇഷ്ടമുള്ളൊരു കളറാണ് അത്. ഇത് 1931 കേട്ടോ ഈ വണ്ടിയുടെ പ്രൊഡക്ഷൻ സ്റ്റാർട്ട് ചെയ്തത്. ഇതും ഒരു ജെറ്റ് ബ്ലാക്ക് വണ്ടിയാണ്. ഇത് എക്സാക്ട്ലി ഒരു ഗ്രീൻ ആട്ടോ, ഒരു ഡാർക്ക് ഗ്രീൻ പോലത്തെ ഒരു കളറാണ്, പക്ഷേ കുറച്ചൊരു ബ്ലൂയിഷ് കളറാണ് നമ്മുടെ വീഡിയോയിൽ. ഇത് നോക്കിയേ, അടിപൊളി. ഇനി നമുക്കിത് മുകളിലോട്ടാണ് പോകേണ്ടത്. എന്നേക്കാൾ മുന്നേ കാര്യങ്ങൾ അറിയണമെന്ന് പറഞ്ഞിട്ടാണ് അവൻ പോകുന്നത്. എനിക്കെല്ലാം ആദ്യം അറിയണം, എല്ലാം അവൻ പറഞ്ഞു തരുന്നതാണ്. ആക്ച്വലി ഞാൻ ഇവരുടെ ക്യാമറാമാനായിട്ടാണ് ഇപ്പോൾ പോയിക്കൊണ്ടിരിക്കുന്നത്. ഇങ്ങനെ തന്നെ യൂട്യൂബിൽ ഇടൂട്ടാ. ആ ഇത് ഫുള്ള് വണ്ടി. എന്ത് ചെയ്യാൻ പറ്റും, വണ്ടി കണ്ടപ്പോഴത്തേനും ഇത് ക്യാമറ എന്താണ് കണ്ണാടി, എനിക്കൊരു കണ്ണാടി ഉണ്ടായിരുന്നല്ലോ, കണ്ണാടിയൊക്കെ വെച്ച് ഫോട്ടോ ആയി. പാവം, ഒന്നും മനസ്സിലാവുന്നില്ല. ഇത് പ്രിന്റിങ് മെഷീൻ അല്ലേ. ഇത് കണ്ടോ, ഇത് നമ്മുടെ തെർമൽ ഇമേജ് ആണ് എന്നാണ് ഇവ പറയുന്നത്, എനിക്കറിയില്ല. നമ്മൾ അങ്ങനെ മ്യൂസിയത്തിൽ നിന്ന് ഇറങ്ങിയിരിക്കുകയാണ്. നമ്മൾ കൂടെ പോയവരെല്ലാം തന്നെ തിരിച്ചു വന്നിട്ടുണ്ടെന്നുള്ളതാണ്. എൻ്റെ കൂട്ടത്തിലുണ്ട്. എല്ലാവരും തന്നെ തിരിച്ചു വന്നിട്ടുണ്ട്. ഓ ശരി. അതുകൊണ്ട് എല്ലാവരും നമ്മുടെ ബസ്സിന് വേണ്ടിയിട്ട് വെയിറ്റ് ചെയ്തുകൊണ്ടിരിക്കുവാണേ. ഫുഡ് I got biryani. Super. ബ്രോ ഒന്നും ഒരു കറിയും ഇല്ലാതെ കഴിക്കുവാണ്. എല്ലാം അതെന്താ വെള്ളച്ചോറ് അങ്ങനെ ഇഷ്ടമാണോ കഴിക്കാൻ? ഇവർ ഏറ്റവും കൂടുതൽ ടൈം എടുത്ത് ഫുഡ് കഴിക്കാൻ വേണ്ടി ഏറ്റവും കൂടുതൽ ടൈം എടുത്തിരിക്കുന്ന ആളുകളാണ്. ഇവർ കഴിക്കുന്നത് എന്തൊക്കെയാണെന്ന് നോക്കാം. അത് ചോദിച്ചിട്ടില്ല, അതിവിടെ ബന്ധമില്ല. ഒരു ചിക്കൻ 65 ഒറ്റയ്ക്ക് കഴിച്ചുകൊണ്ടിരിക്കുകയാണ് നീറ്റായിട്ട്. എല്ലാം ആദ്യം കഴിച്ചു കഴിഞ്ഞിട്ട് വന്നപ്പോൾ നമ്മളങ്ങനെ ഫൈനൽ നമ്മുടെ ഡെസ്റ്റിനേഷൻ ആദിയോഗിയിൽ എത്തിയിരിക്കുകയാണ്. നമ്മളിതേ നമ്മുടെ മിടുക്കി ട്രാവൽസിനാണ് വന്നത്. എങ്ങനെ ഉണ്ടായിരുന്നു യാത്രയൊക്കെ? എങ്ങനെ ഉണ്ടായിരുന്നു? യാത്രയൊക്കെ അടിപൊളിയായിരുന്നു, എല്ലാം സെറ്റായിരുന്നു. നമ്മൾ എൻ്റെ എത്ര നാളായിട്ട് ഞാൻ അങ്ങനെ എടുക്കുക, പക്ഷേ ഇവിടെ വന്നം എന്ന് വിചാരിച്ച് അവസാനം ഫൈനലി നമ്മൾ മിടുക്കിയുടെ ഒപ്പമാണ് നമുക്ക് ഇവിടെ വരാൻ സാധിച്ചത്. ഇവിടെ എത്തിയപ്പോൾ ഭയങ്കര ഒരു പോസിറ്റീവ് എനർജിയൊക്കെ നമുക്ക് സ്വാഭാവികമായിട്ടും മിഷ ഫൗണ്ടേഷൻ ആദിയോഗി എല്ലാവർക്കും അങ്ങനെ തന്നെ ആയിരിക്കും. സോ നമ്മൾ ഡ്രസ്സൊക്കെ ചേഞ്ച് ചെയ്ത് നമുക്ക് കുറച്ച് വീഡിയോസ് ഫോട്ടോസൊക്കെ എടുക്കണം. അങ്ങനെയൊക്കെയാണ് നമ്മുടെ പ്ലാൻ. അപ്പോൾ നമുക്ക് എന്താകും എന്നുള്ളത് നോക്കാം. ഇവിടെ മൊത്തം ബ്യൂട്ടിഫുൾ ആട്ടോ, ഇങ്ങനെ നോക്കി. ഓ മൈ ഗോഡ്, ഡ്രസ്സ് മാറുന്നു. അങ്ങോട്ട് ചെല്ലുമ്പോൾ അറിയാം, അവിടെ വാഷ്റൂമൊക്കെ ഉണ്ടാവുമല്ലോ. നമ്മൾ ഫൈനലി നോക്കങ്ങോട്ട്. ഓ മൈ ഗോഡ്, ഇച്ചിരി കൂടിപ്പോയേ. ഓ മൈ ഗോഡ്, എന്താല്ലേ. ഹായ് ഗൈസ്, നമ്മൾ ഫൈനലി ഇതേ ആദിയോഗിയിൽ എത്തിയിരിക്കുകയാണ്. എനിക്കറിയില്ല എന്ത് പറയണമെന്ന്. ഐ എം ഭയങ്കരമായിട്ട് ഹാപ്പി ആയിട്ടുള്ള ഒരു എന്താ പറയുക, ഇങ്ങനെ എടുക്കാം. എല്ലാവരും ഫുഡ് കഴിക്കാൻ വേണ്ടി ഇരിക്കുക കേട്ടോ. നമ്മൾ ഇവിടെയാണ് ഫുഡ് കഴിക്കുന്നത്. അനന്തു എല്ലാവരും ഫുഡ് കഴിക്കാൻ വേണ്ടിയിട്ടിരിക്കുകയാണ്.
ആരാ അത്? നമ്മുടെ കൂട്ടത്തിൽ ഒരുപാട് കലാകാരന്മാരാണ്. നമ്മൾ അങ്ങനെ ഫുഡ് കഴിക്കാൻ വേണ്ടിയിട്ട് ഇലയുമായിട്ട് ഇവിടെ വെയിറ്റ് ചെയ്യുവാണ്. എല്ലാവർക്കും ഇല കിട്ടി. ഇല കഴുകാൻ വെള്ളം. തൗഫി എന്തായിരുന്നു തൗഫി? എന്നായിരുന്നു ആ ചെവി ഏകത്തില്ല കമ്പിളിപ്പോ. ഫുഡ് കഴിച്ചു കഴിഞ്ഞാൽ എല്ലാവരും തന്നെ സുഖമായിട്ട് ഉറങ്ങി കേട്ടോ. നമുക്ക് മിടുക്കി ട്രാവൽസ് ത്രൂ നിങ്ങൾക്ക് കോയമ്പത്തൂരിലേക്കും തിരുവനന്തപുരത്തേക്കും ഒക്കെ ട്രാവൽ ചെയ്യാവുന്നതാണ്. ഞങ്ങൾ കോതമംഗലത്ത് തന്നെയാണ് കയറിയത്. അവിടെ തന്നെയാണ് നമ്മളെ ഒരു ഡ്രോപ്പ് ചെയ്തത്. അപ്പോൾ അടിപൊളി ഒരു ട്രിപ്പായിരുന്നു ശരിക്കും. ഇടുക്കി ട്രാവൽസിൻ്റെ കൂട്ടത്തിൽ നമ്മൾ ഇടുക്കി വ്ളോഗേഴ്സാണ് നമ്മളെല്ലാവരും ട്രാവൽ ചെയ്തത്. എല്ലാവരും അവനവൻ്റേതായിട്ടുള്ള രീതിയിൽ ഈ ഒരു ട്രിപ്പിൻ്റെ വ്യൂസ് ഓൾറെഡി നിങ്ങളൊക്കെ കണ്ടു കാണും. അപ്പോൾ ഇത് എൻ്റെ ഒരു POV നിന്നുകൊണ്ടാണ് ഞാൻ ഈ ഒരു വീഡിയോ നിങ്ങൾക്ക് തരുന്നത്. ഇത് കോതമംഗലത്ത് നിന്ന് അവർ നമ്മളെ അവിടെ ഇറക്കിയിട്ടത്, നമ്മളെല്ലാവരും അവിടെ ഇറക്കിയിട്ട് അവരങ്ങ് പോയിട്ടോ. ആക്ച്വലി ഇത് ഭയങ്കര മെമ്മറബിൾ ഒരു ട്രിപ്പായിരുന്നേ.